ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, സൂറത്തുൽ ഹജ്ജിലെ 26-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് ഇപ്രകാരം നമുക്ക് കാണാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ആ കഅബയുടെ സ്ഥാനം നിർണയിച്ചു കൊടുത്തതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അവിടെ ആരാധനകൾ കർമ്മങ്ങൾ നിർവഹിക്കാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ആ കഅബാലയത്തെ ശുദ്ധിയാക്കി വെക്കണം. അവിടെ വെച്ചുകൊണ്ട്, അതിനകത്ത് വെച്ചുകൊണ്ട് ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇത് അംഗീകരിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനങ്ങൾക്ക് അത് പകർന്നു നൽകി. നൂറ്റാണ്ടുകൾക്ക് ശേഷം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രതിമ ഉണ്ടാക്കി അതേ കഅബാലയത്തിനകത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പാരമ്പര്യം, അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ, ഞങ്ങൾ ഇബ്രാഹിം മില്ലത്തിലാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അഥവാ മക്കയിലെ മുശ്രിക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആദരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ച് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് അടുക്കാൻ. സമാനമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹു സുബ്ഹാനഹു തആല പ്രഖ്യാപിക്കാൻ പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. തീർച്ചയായും പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപനം നടത്തി. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. നബിയെ പറയുക, തീർച്ചയായും ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്ന്. സമാനമായി നോക്കൂ പ്രിയമുള്ളവരെ, ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകനോട് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മങ്കൂസ് മൗലൂദിലൂടെ അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുന്നു. നാരിയത്ത് സലാത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്നു. ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ്. അവരും അവകാശവാദം ഉന്നയിച്ചിരുന്നത്, മക്ക മുശ്രിക്കുകളും ഞങ്ങൾ ഇബ്രാഹിം മില്ലത്തിലാണ്. ഇവരും അവകാശവാദം ഉന്നയിക്കുന്നത്, ഞങ്ങൾ പ്രവാചകന്റെ ആളുകളാണ്, പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്ന ആളുകളാണ്, ഞങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയ ആളാണ്, ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമുകൾ. അവരും അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പ്രവാചകൻ കൊണ്ടുവന്നത് പുതിയ മതമാണ്, യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്യുന്നതാണ് ഇബ്രാഹിം മില്ലത്ത്, ഞങ്ങളുടെ മതമാണ് ശരിയായ മതം എന്ന് മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു. ഇന്നും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്കെതിരായി സമാനമായിട്ടുള്ള ശിർക്ക് ചെയ്യുകയും എന്നിട്ട് അവർ അവകാശവാദം ഉന്നയിക്കും, ഞങ്ങൾ ചെയ്യുന്ന പാരമ്പര്യ മതമാണ് ശരി, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന മതം അത് അള്ളാഹുവിന്റെ മതമല്ല, അത് ജഹാലത്താണ് എന്ന് ഈ സത്യനിഷേധികൾ ഇന്നും അവകാശവാദം ഉന്നയിക്കുന്നു. എത്രമാത്രം ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ് എന്ന് ഇതിലൂടെ വ്യക്തമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.